നിങ്ങളവിടെ നമ്പർ ഇട്ട് വെച്ചാൽ പോരാ. അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ അതല്ലെങ്കിൽ ഇവിടുത്തെ പബ്ലിക്കിനോ ബോധ്യമാവുന്ന രൂപത്തിൽ നിങ്ങൾ ടോക്കൺ കൊടുക്കേണ്ടത് അവർക്കാണ്. നിങ്ങൾക്ക് തോന്നിയതുപോലെ ബില്ല് പാസ്സാക്കാനോ നിങ്ങൾക്ക് അത് വേറെ രൂപത്തിൽ കൈകാര്യം ചെയ്യാനോ നിങ്ങൾ അവിടെ രഹസ്യമായ രീതിയിൽ കോഡ് കൊടുക്കുന്നതിനെ കുറിച്ചല്ല ചോദിക്കുന്നത്. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു പെരിന്തൽമണ്ണ ട്രഷറി ഓഫീസറുടെ ഭാഗത്തുനിന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ട്രഷറി ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യമുയർന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനമുയർന്നത്. ഭിന്നശേഷി കുട്ടികൾ, SC, ST കുട്ടികൾ എന്നിവർക്കുള്ള ഫണ്ടുകൾ പോലും പാസാക്കാത്ത, ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, NCP ജില്ലാ ട്രഷറർ ഹംസ പാലൂർ എന്നിവർ ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണയിൽ നടന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ ട്രഷറി ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ട്രഷറി നിയന്ത്രണവും ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്കും ചർച്ച ചെയ്തു. യോഗത്തിൽ സംസാരിച്ച ജനപ്രതിനിധികൾ ട്രഷറി ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് നിങ്ങളവിടെ നമ്പർ ഇട്ട് വെച്ചാൽ പോരാ. അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ അതല്ലെങ്കിൽ ഇവിടുത്തെ പബ്ലിക്കിനോ ബോധ്യമാവുന്ന രൂപത്തിൽ നിങ്ങൾ ടോക്കൺ കൊടുക്കേണ്ടത് അവർക്കാണ്. നിങ്ങൾക്ക് തോന്നിയതുപോലെ ബില്ല് പാസ്സാക്കാനോ നിങ്ങൾക്ക് അത് വേറെ രൂപത്തിൽ കൈകാര്യം ചെയ്യാനോ നിങ്ങൾ അവിടെ രഹസ്യമായ രീതിയിൽ കോഡ് കൊടുക്കുന്നതിനെ കുറിച്ചല്ല ചോദിക്കുന്നത്. ഭിന്നശേഷി കുട്ടികൾ, SC, ST കുട്ടികൾ എന്നിവർക്കുള്ള ഫണ്ടുകൾ പോലും പാസ്സാക്കാതെ ഉദ്യോഗസ്ഥർ നിരുത്തരവാദിത്വപരമായ നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ പറഞ്ഞു. ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭിന്നശേഷിക്കാരായ ആളുകളുടെ കുട്ടികളുടെ ബില്ല്, SC, ST കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ അവരുടെ ട്യൂഷൻ ഫീയും മറ്റ് സ്കോളർഷിപ്പും കൊടുക്കേണ്ടുന്ന ബില്ലുകൾ, ലൈഫ് ഭവന പദ്ധതിയിലേക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മാറ്റി കൊടുത്ത ബില്ലുകൾ, അതേപോലെ നെൽകർഷകർ, ക്ഷീരകർഷകർ ഇവർക്കൊക്കെ സബ്സിഡിയായി കിട്ടേണ്ടുന്ന പണം, കരാറുകാരുടെ പണം, ഇതൊക്കെ യഥാവിധി കൊടുത്ത ബില്ലുകൾ, സർക്കാരും അതുപോലെ തന്നെ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റും ഇന്ന രീതിയിലൊക്കെ കിട്ടിയ ബില്ലുകൾ ഇന്ന ദിവസം കൊണ്ട് പൂർത്തിയാക്കണം, കൊടുത്തു തീർക്കണം എന്ന് പറഞ്ഞത് വരെ പാലിക്കപ്പെടാതെ അതൊക്കെ കാറ്റിൽ പറത്തി എല്ലായിടത്തും ടോക്കൺ കൊടുത്തപ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ ടോക്കൺ കൊടുക്കുക പോലും ചെയ്തിട്ടില്ല. ട്രഷറി നിയന്ത്രണം തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെ താളം തെറ്റിച്ചതോടെയാണ് യോഗത്തിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ ട്രഷറി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടത്. ടോക്കൺ സമ്പ്രദായം ഫലപ്രദമല്ലെന്ന് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. പുലാമന്തോൾ, മക്കരപ്പറമ്പ് സബ് ട്രഷറികളിൽ ബില്ലുകൾ പാസാക്കുമ്പോൾ പെരിന്തൽമണ്ണയിൽ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം തടസ്സമുണ്ടാക്കുകയാണെന്നും യോഗത്തിൽ ആരോപണമുയർന്നു. ട്രഷറി നിയന്ത്രണത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായും ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്നും NCP ജില്ലാ ട്രഷറർ ഹംസ പാലൂർ ആവശ്യപ്പെട്ടു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ, പട്ടികജാതി പട്ടികവർഗ ആദിവാസി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു പെരിന്തൽമണ്ണ ട്രഷറി ഓഫീസറുടെ ഭാഗത്തുനിന്നത്. അപ്പോൾ മറ്റ് ട്രഷറി ഈ പെരിന്തൽമണ്ണ താലൂക്കിൽപ്പെട്ട തന്നെ മക്കരപ്പുറമ്പും പുലാമന്തോളും വളരെ സുഗമമായിട്ട് നീങ്ങിയപ്പോൾ ഇവിടെ മാത്രം എന്താണ് ഈ ഉദ്യോഗസ്ഥന് ഇത്ര വാശിയും അല്ലെങ്കിൽ ഒരു വെറുപ്പും ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഈ പെരുമാറ്റത്തെ ഗവൺമെൻറ് നിയന്ത്രിക്കണം, അവർക്ക് വേണ്ടുന്ന തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പൊതു അഭിപ്രായം. ട്രഷറി ഉദ്യോഗസ്ഥർക്കെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയാണ് യോഗത്തിൽ വിമർശനമുയർന്നത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T അബ്ദുൽ കരീം, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷബീർ കറുമുക്കിൽ, ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുകുമാരൻ, വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ, NCP ജില്ലാ ട്രഷറർ ഹംസ പാലൂർ, CPM നേതാവ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, തഹസിൽദാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പങ്കെടുത്തു. ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.